ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ആൽവി ആൻഡ് ജു. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മൗണ്ടെയിൻ ആണോ ഇഷ്ടം അതോ ബീച്ച് അല്ലെങ്കിൽ വാട്ടർ ആണോ ഇഷ്ടം? നമ്മളെന്ത് പറയും? നമുക്ക് മൗണ്ടെയിൻ ആണ് ഇഷ്ടമെങ്കിൽ മൗണ്ടെയിൻ പറയും, വാട്ടർ ആണെങ്കിൽ വാട്ടർ എന്ന് പറയും. പക്ഷേ എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോ അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഫൺ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് രണ്ടും കൂടി യോജിച്ച ഒരു സ്ഥലം നോക്കിയപ്പോഴാണ് വാൽച്ചൻ സീ ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഇനി വാൽച്ചൻ സീയിൽ എങ്ങനെയാണ് മൗണ്ടെയിൻ വരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം. ഞങ്ങൾ റീഗൻസ്ബർഗിൽ നിന്നാണ് പോകുന്നത്. സോ ഞങ്ങൾക്ക് ഈ ജേർണി ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇതേ സമയം ഇത് മ്യൂണിക്കിൽ നിന്നാണെങ്കിൽ ജസ്റ്റ് 1 hour, ബിക്കോസ് ഞങ്ങൾ പോകുന്നത് ത്രൂ മ്യൂണിക് ആയിരുന്നു. ആൻഡ് യെസ്, മ്യൂണിക്കിൽ നിന്ന് ഈ സ്പോട്ടിലേക്ക് ജസ്റ്റ് 1 hour മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാൽച്ചൻ സീ. ഇതൊരു ആൽപൈൻ ലേക്കാട്ടോ ബവേരിയയിലുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഭയങ്കര ക്ലിയർ ആണ്. ആൻഡ് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ കളറാണ്. അവിടെ പോയി നമുക്കിങ്ങനെ ഇങ്ങനെ മീനുകളൊക്കെ പോണതൊക്കെ കാണാം. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയാം, അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വർത്ത് വിസിറ്റ് പ്ലേസ്. കാരണം ഒത്തിരി പേര് വന്ന് സ്വിമ്മിങ് ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് റിയലി പീസ്ഫുൾ. അങ്ങനെ ആൾക്കാർ ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ മാതിരി കുറേ ഫാമിലീസ് വന്ന് അവിടെ ഇങ്ങനെയോ പിക്നിക് പോലെയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമുക്കാണെങ്കിലും സ്വിമ്മിംഗ് ഒന്നും അറിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ഗോ ഫോർ എ പിക്നിക് ആൻഡ് എൻജോയ് ദ വ്യൂ ആൻഡ് റിലാക്സ്. അങ്ങനെ ഇനി ഇവിടെ ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി നടന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലെ വ്യൂ അതും അടിപൊളിയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫുഡൊന്നുമില്ല, ആൻഡ് ഇഫ് യു ഗൈസ് ആർ ഹംഗ്രി ആൻഡ് ഇഫ് യു റിയലി വോണ്ട് ടു ഹാവ് എ കോഫി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേ ഉണ്ട്. സോ ഡോണ്ട് വറി. അങ്ങനെ പിന്നെ ഇവിടെ ലോക്കൽ ഫിഷസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതും ഫ്രഷ് പ്രൊഡ്യൂസായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ നടക്കണം തോന്നി. ഞങ്ങളങ്ങനെ വില്ലേജ് വ്യൂ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് വ്യൂ സത്യം പറഞ്ഞാൽ അതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കഫേയിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഫേ കയറി ഒരു 2 കോഫിയൊക്കെ കഴിച്ച് അവിടെ തന്നെ ലോക്കലായിട്ട് അവിടുത്തെ ജർമ്മൻ അമ്മമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളപ്പോൾ എനി വിച്ച് വേസ് പുള്ളിക്കാരി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണല്ലോ എന്ന് വെച്ച് ഞങ്ങൾ 2 കേക്കൊക്കെ കഴിച്ചു. സോ ഇറ്റ്സ് ആക്ച്വലി ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, അവിടെ ഫുള്ളി ലോക്കലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് ജർമ്മൻ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു ഹെർസോഗ് സ്റ്റാൻഡിലേക്ക്. ഹെർസോഗ് സ്റ്റാൻഡാണ് ഞാൻ ഈ പറഞ്ഞു വന്ന മൗണ്ടെയിൻ. സോ ഈ മൗണ്ടെയിൻ്റെ വ്യൂ എന്താ അത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഹൈക്ക് ചെയ്ത് പോവാം. ഹൈക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 30 to 45 minutes. അതല്ല നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേബിൾ കാർ എടുക്കാം. കേബിൾ കാർ വഴി പോവുകയാണെങ്കിൽ പെർ ഹെഡ് ഇറ്റ് ഈസ് €18. എൻ്റെ കുഞ്ഞ് 1 year ഡൗൺ ആയതുകൊണ്ട്, 1 yearന് താഴെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ബേബിക്ക് പേ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ഈ പേ ചെയ്യുന്നത് അത്യാവശ്യം വേർത്തിട്ടാന്ന് ഞാൻ പറയുള്ളൂ. റീസൺ, ഈ കേബിൾ കാർ വഴി മേലെ പോകുമ്പോഴുള്ള വ്യൂവും അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങൾക്ക് 2 ലേക്ക് ആ മേലെ നിന്ന് കാണാം. ഇറ്റ്സ് ലൈക്ക് ബേർഡ് വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റെയർ കാണാം. ആ സ്റ്റെയർ കയറി ഏറ്റവും മേലത്തെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ബട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, പക്ഷേ ഐ വുഡ് ആസ്ക് എനി വൺ ടു ഗോ ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് ഡു ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ് ഓൾസോ. ഓക്കെ. സോ പിന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ വ്യൂ ഈ ഹൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വരുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ വെൻ യു ഗോ ഫോർ എ ഹൈക്ക് അവിടുത്തെ ട്രെയിൽസ് കുറച്ച് ടഫാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. Make sure you guys wear hiking shoes. So I hope you guys enjoyed my video. Do let me know in comments and don't forget to subscribe. Bye.